റീസ്റ്റോറേഷൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുമോ അറിയാൻ വേണ്ടി സ്ക്രാപ്പിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് 30 രൂപ കിട്ടിയതാണ് ഈ ഹെഡ്ലൈറ്റ്. ഈ ഹെഡ്ലൈറ്റിൻ്റെ സൈസ് കുറച്ച് വലുതാണ്, പക്ഷേ നല്ല വെട്ടമുള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ സാനിറ്റൈസറൊക്കെ അടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയപ്പോൾ വർക്കിംഗ് അല്ലായിരുന്നു. ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അഴിക്കാൻ വേണ്ടി 4 സ്ക്രൂകൾ ലൂസ് ചെയ്ത ശേഷം പയ്യെ കവറിങ് പൊക്കി എടുത്താൽ മതി, അഴിഞ്ഞു വരും. ഈ ഹെഡ്ലൈറ്റ് കുറച്ച് പഴയ മോഡലായതുകൊണ്ട് തന്നെ ഇതിൽ വരുന്നത് 4 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഈ ഹെഡ്ലൈറ്റിലുണ്ടായിരുന്ന ബാറ്ററിയും ബോർഡും എല്ലാം നമ്മൾ അഴിച്ചു കളയുവാണ്, അതൊന്നും യൂസ് ചെയ്യണില്ല. ഇതിലുണ്ടായിരുന്ന ബാറ്ററിക്ക് അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട്. അതിന് പകരം ഇനി വെക്കാൻ പോകുന്നത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. വാങ്ങിയ ടൈമിൽ 100 രൂപയായിരുന്നു റേറ്റ്. ഈ ബാറ്ററി വെക്കുമ്പോൾ നമുക്കൊരു ചാർജിങ് മൊഡ്യൂളും കൂടി ആവശ്യമുണ്ട്. ഇതിനും ചില ഷോപ്പിലൊക്കെ 40 രൂപയ്ക്കാണ് റേറ്റ്. മേക്കർ ബസാർ എന്ന് പറഞ്ഞ സൈറ്റിലാണെങ്കിൽ 16 രൂപയ്ക്കൊക്കെ ഇത് കിട്ടും. പിന്നെ നമ്മുടെ ലൈറ്റിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്വിച്ച് കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ലൈറ്റിലെ ഈ കാണുന്ന ഹോളിലേക്ക് ആ സ്വിച്ച് ഫിറ്റ് ചെയ്യാം. സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇനി നമ്മുടെ ലൈറ്റിൻ്റെ ഉള്ളിൽ ചാർജ് മൊഡ്യൂൾ ഫിറ്റ് ചെയ്യുമ്പോൾ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഹോൾ ഇടണം. ഇതിനു വേണ്ടി ചെറിയൊരു ഹോൾ മതി. ഒന്നുകിൽ നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ചിടാം, അല്ലെങ്കിൽ കമ്പി എന്തെങ്കിലും ചൂടാക്കിയിട്ട് അങ്ങനെയും ഇടാം. നമ്മുടെ ചാർജ് മൊഡ്യൂൾ ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ചെറിയ സ്റ്റാൻഡ് പോലെ PVC പൈപ്പിൻ്റെ ഷീറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചാർജ് മൊഡ്യൂൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഒന്നുകിൽ നമുക്ക് ഫ്ലെക്സ് കേക്കോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചോ എങ്ങനെയെങ്കിലും ഒട്ടിച്ചാൽ മതി. നമ്മുടെ ചാർജ് മൊഡ്യൂളിലേക്ക് 4 വയറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിൽ നിന്ന് തന്നെ പോസിറ്റീവ് വയർ നേരെ ചാർജ് മൊഡ്യൂളിൻ്റെ B+ലേക്കും ബാറ്ററിയിൽ നിന്ന് തന്നെ നെഗറ്റീവ് വയർ നേരെ ചാർജ് മൊഡ്യൂളിൻ്റെ B-ലേക്കും. മറ്റേ 2 വയറുകൾ നമുക്ക് ഔട്ട് എടുക്കാൻ വേണ്ടിയുള്ള നെഗറ്റീവും പോസിറ്റീവ് വയറുകളാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ ബൾബിൽ നിന്ന് തന്നെ പോസിറ്റീവ് വയർ നേരെ നമുക്ക് സ്വിച്ചിൻ്റെ ഒരു ലെഗിലേക്ക് സോൾഡർ ചെയ്യാം. ഇനി ചാർജ് മൊഡ്യൂൾ നമ്മൾ ഫിറ്റ് ചെയ്ത സ്റ്റാൻഡിലേക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ചാർജ് മൊഡ്യൂളിൻ്റെ സോക്കറ്റിലേക്ക് ചാർജറിൻ്റെ കേബിൾ കറക്റ്റ് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഇനി ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ട് മൈനസിൽ നിന്ന് തന്നെ വയറും ബൾബിൽ നിന്ന് തന്നെ നെഗറ്റീവ് വയറും തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. അതിനുശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. ഇനി ചാർജ് മൊഡ്യൂളിൻ്റെ ഔട്ട് പ്ലസിൽ നിന്ന് തന്നെ വയർ നേരെ എടുത്ത് സ്വിച്ചിലെ മറ്റേ ലെഗയിലേക്ക് സോൾഡർ ചെയ്യണം. ഇനി നമ്മുടെ ലൈറ്റിൽ വെച്ച് ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടി അതും ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. ഇനി നമ്മുടെ ചാർജ് മൊഡ്യൂളിലേക്ക് ചാർജറിൻ്റെ കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തപ്പോൾ തന്നെ റെഡ് കളറുള്ള ഇൻഡിക്കേറ്റർ തെളിഞ്ഞു. ചാർജ് കയറുന്ന ടൈമിൽ റെഡ് കളറുള്ള LED-യും ഫുൾ ചാർജ് ആകുമ്പോൾ ബ്ലൂ കളറുള്ള LED-യും തെളിയും. ഇനി നമ്മുടെ ലൈറ്റിൻ്റെ കവർ അടിച്ച് മുകളിലുള്ള 4 സ്ക്രൂകളും ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ലൈറ്റ് കുറച്ച് നേരം ചാർജ് ചെയ്യാൻ വേണ്ടി ഇടാം. അതിന് സാധാ C-ടൈപ്പുള്ള മൊബൈൽ ചാർജർ കണക്ട് ചെയ്താൽ മതി. നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അടിപൊളി വെട്ടമായിരുന്നു. ഇപ്പോൾ ഉള്ള ഹെഡ്ലൈറ്റിനേക്കാളും കിടിലം വെട്ടമാണ് ഇതിന്. ഇനി നമ്മുടെ തലയിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ഹെഡ് സ്ട്രാപ്പും ഇതിൽ ഫിറ്റ് ചെയ്യണം. ഇപ്പോഴുള്ള ഹെഡ്ലൈറ്റൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സൈസ് വലുതാണ്. ഇത് 2 വർഷം മുമ്പേ ആമസോണിൽ നിന്ന് 329 രൂപയ്ക്ക് വാങ്ങിയ ചെറിയ ഹെഡ്ലൈറ്റാണ്. എവറഡിയുടെയാണ്. ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് വലിയ ഹെഡ്ലൈറ്റിൻ്റെ അത്ര വെട്ടമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത വെട്ടമുണ്ട്. നന്നായിട്ട് ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. ഈ ഹെഡ്ലൈറ്റ് വാങ്ങാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.